അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫസീലയും മക്കളും ഉമ്മയും ഉപ്പയും മക്കയിൽ എത്തിയതിന് ശേഷമാണ് നവാസ് അങ്ങോട്ട് എത്തിയത്. നവാസ്കെ കാണാനായിട്ട് അവൾക്ക് തെല്ലൊരു പ്രയാസമുണ്ടായിരുന്നു. ഇക്ക വരുമെന്ന് പറഞ്ഞിട്ട് എത്തിയില്ലല്ലോ എന്നുള്ള രീതിയിൽ. എന്നാൽ അവരുടെ 2 ഉംറ കഴിഞ്ഞതിന് ശേഷമാണ് അവർ അങ്ങോട്ട് എത്തിയത്. മക്കൾ ഉപ്പച്ചിയെ ചോദിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ ദിവസം നവാസ്ക വരുന്നു. ഇഹ്റാമിന്റെ വേഷത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. റബ്ബേ അല്ലാ, അവൾക്ക് അവിടെ ചെന്നിട്ട് ദുആ ചെയ്യാനുണ്ടായിരുന്നത് മറ്റൊന്നും ആയിരുന്നില്ല. റഹ്മാനെ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപിയാണ്, ദോഷിയാണല്ലോ. നീ പുറത്തു കൊണ്ടല്ലോ എല്ലാം നീ എനിക്ക് പുറത്തു തരണം. എൻ്റെ ഭർത്താവ് എന്നെ അത്രയധികം സ്നേഹിച്ചിട്ടും എനിക്ക് നന്ദി കാണിക്കാൻ കഴിഞ്ഞില്ല. നന്ദികേടാണ് ഞാൻ കാണിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കതിനുള്ള ശിക്ഷയും കിട്ടിയല്ല. ഇനിയൊരിക്കലും എൻ്റെ മനസ്സ് നീ മാറ്റല്ല അല്ല. ചെയ്തു പോയ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. തൻ്റെ പ്രിയപ്പെട്ട നവാസ്കയെ കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉംറ ചെയ്യാന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് റബ്ബേ. ഉമ്മയും ഉപ്പയും കുഞ്ഞവും അങ്ങനെ എല്ലാവരും കൂടെ ആ ഒരു കാഴ്ച, മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. എല്ലാവരും അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ ചാരത്ത് എല്ലാവരും ഉംറ നിർവഹിക്കുകയാണ്, തവാഫ് ചെയ്യുകയാണ്. അങ്ങനെ ഉംറ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് റൂമിലേക്ക് പോയി. ശരിക്കും ഫസീലയ്ക്ക് നവാസിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ തെല്ലൊരു ഭയമുള്ളത് പോലെ തോന്നി. കാരണം മറ്റൊന്നുമല്ല, റബ്ബേ, ഒരുപാട് പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്തിട്ടും എന്നെ നവാസ്ക സ്വീകരിച്ചല്ലോ. അതിന് നവാസ്കയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ലല്ല. എൻ്റെ അഹങ്കാരം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, എല്ലാം കൊണ്ടും എനിക്ക് പണം കൂടിയ അഹങ്കാരം. പണം കൂടിക്കഴിയുമ്പോൾ എല്ലാവരും അല്ലാതായി മാറും. അവരുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരും. അവർക്ക് തോന്നും ഇതിനേക്കാൾ സുഖമായത് കണ്ടുപിടിക്കാമെന്ന്. പക്ഷേ രഹസ്യമായ അല്ലെങ്കിൽ മൗനത്തോടെയുള്ള ഭർത്താവിൻ്റെ ആ ഒരു സംരക്ഷണം അപ്പോൾ ആർക്കും മതിയാവില്ല. അവരോട് കൊഞ്ചിക്കുഴയുന്ന ആളുകളെ, അവരോട് ഇഷ്ടത്തോടെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരെയായിരിക്കും അവർക്കിഷ്ടം. മൗനമായുള്ള ആ ഒരു സ്നേഹം, ഭർത്താവിൻ്റെ സ്നേഹം, പലരും കാണാതെ പോകും. അങ്ങനെയാണ് ഓരോ പെൺകുട്ടികൾ ചതിക്കുഴികളിൽ പെടുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് എല്ലാവരും 2 റൂമുകളിലായിട്ടാണ് കഴിഞ്ഞത്. നവാസ് മൗനത്തിൽ തന്നെയാണ്. മനസ്സിനൊരു സന്തോഷമില്ല, സമാധാനമില്ല, എന്തൊക്കെയോ. എന്നാൽ അവൾ ചോദിക്കുന്നു, ഇക്ക എന്താ ഇക്കാക്ക് എന്തു പറ്റി? മനസ്സ് വല്ലാതെ എന്ത് പറ്റാൻ? ഒന്നുമില്ല, ഞാൻ അള്ളാഹുവിൻ്റെ അടുത്തല്ലേ ഉള്ളത്. എനിക്കിപ്പോൾ എന്ത് പറ്റിയാലും എൻ്റെ റബ്ബുണ്ടല്ലോ എനിക്ക്. എൻ്റെ റബ്ബിനോട് എനിക്ക് എല്ലാം തുറന്നു പറയാലോ. എനിക്ക് ആരോട് പറയേണ്ട ആവശ്യമില്ല. എനിക്കെൻ്റെ പടച്ച റബ്ബുണ്ട്. എന്നാൽ കേട്ടപ്പോൾ, വിതുമ്പുന്ന മനസ്സോടെ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും ഫസീല കരഞ്ഞു പോയി. ഇക്ക എന്തു പറ്റി? എന്തായി സൗദിയുടെ കാര്യമൊക്കെ? ഡെലിവറി? ഒരു നിമിഷം നവാസ് ഒന്നും മിണ്ടിയില്ല. അവൻ മൗനം പാലിച്ചു. ദയവായി ഇതിനെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത്. അതും പറഞ്ഞുകൊണ്ട് നവാസ് റൂമിൽ നിന്നിറങ്ങി. എന്നാൽ ഫസീല ഒരു നിമിഷം നോക്കി നിന്ന് പോയി. മോനെ, എങ്ങോട്ടാ മോനെ? ആ ഉപ്പയുടെ ചോദ്യം. ഞാനിവിടെ നിന്ന്. എന്നാൽ ഫസീല അവൾ വിചാരിക്കുന്നത് മാക്സിമം ഉംറ ചെയ്യണം. ഇവിടെ എത്തി ഒരു 50 ഉംറയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ റബ്ബേ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നാണല്ലോ. എന്നെ കൊണ്ട് കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. അവൾ കഴിയുന്നത്ര ഉംറയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കും അത്രയൊന്നും കഴിഞ്ഞില്ലെങ്കിലും അവൾ ഓരോ സമയത്തും ഉംറയ്ക്ക് പോവുകയാണ്. എന്നാൽ ആ മാതാപിതാക്കൾ ദുആ ചെയ്തു, അള്ളാഹു എൻ്റെ കുട്ടിയുടെ ആഗ്രഹം പോലെ അവൾക്ക് നീ ആരോഗ്യം കൊടുക്കല്ല. എന്തെന്നറിയില്ല, അവിടെ എത്തിയപ്പോൾ തന്നെ, ഹറമിൽ എത്തിയപ്പോൾ തന്നെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വല്ലാത്തൊരു ആരോഗ്യം. സാധാരണ രീതിയിൽ കിടക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന ആ ഒരു പിതാവ്, അദ്ദേഹമൊക്കെ ശരിക്കും നടക്കുന്നത് അത്ഭുതത്തോടെയാണ് കാണുന്നത്. വളരെയധികം അത്ഭുതകരമായ ഓരോ കാഴ്ചയായിരുന്നു ഫസീല വിചാരിച്ച, റബ്ബേ, എൻ്റെ പടച്ച റബ്ബേ, എൻ്റെ സൃഷ്ടാവേ, ഇത്രക്കും കാരുണ്യവാനും കരുണാനിധിയുമായ നിന്നെയൊക്കെ, നിൻ്റെ വാക്കുകളെല്ലാം ഉപേക്ഷിച്ചിട്ടാണല്ലോ ഞാൻ ഓരോ കാര്യത്തിൽ ഇറങ്ങി തിരിച്ച് റബ്ബേ. എങ്കിലും നിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹുവേ റഹ്മാനെ
എനിക്ക് നീ എൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാ. അവൾ കഅബയുടെ അടുത്തേക്ക് നോക്കി വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു. അല്ലാഹുവേ, എൻ്റെ നവാസ്കക്ക് മനസ്സിൽ എന്ത് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് നീ തീർത്ത് കൊടുക്കല്ല. അപ്പോഴും അവൾ അതായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ ഈ സമയം അതാ നാട്ടിൽ ആയിഷുമ്മ ഷമ്മാസിനോട്, മോനെ ഷാമോനെ. ആ ഉമ്മ. അല്ല, നവാസിനെ കാര്യം അറിയിച്ചിട്ടില്ല, എന്താ മോനെ ചെയ്യേണ്ടത്? ഉമ്മ, അറിയിക്കാം, അല്ലാതെ പിന്നെന്താ, വേറൊന്നും പറയണ്ട. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസ് നവാസ്കയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ റിങ് ചെയ്യുന്നു. പക്ഷേ ഫസീലയായിരുന്നു. അവിടെ ഫോൺ വെച്ചിട്ടാണ് ഇക്ക പുറത്തേക്ക് പോയത്. അല്ലാ, ഇതിപ്പോൾ ആരാ? പഠിച്ചോന് ഷമ്മാസ്. ഹലോ. ആ ഇത്ത. ആ മോനെ ഷാമോനെ പറയേ, എന്തൊക്കെ സുഖല്ലേ? ആ ഇത്ത റാഹത്താണ്. ഇവിടെ ഇക്ക എവിടെ? ഇക്കയാണ് പുറത്തേക്ക് പോയിരുന്നടാ. എന്ത് മോനെ, വിശേഷിച്ചെന്തെങ്കിലും? ആ അതെ, സൗദ പ്രസവിച്ചിട്ടുണ്ട്, ആൺകുട്ടിയാണ്. ആണോ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അതെ, ശരിക്കും ഫസീല കരഞ്ഞു പോയി. തൻ്റെ പ്രിയപ്പെട്ട ഇക്കയോട് ഈ ഒരു കാര്യം അറിയിക്കണമല്ലോ. എന്നാൽ അപ്പോഴേക്കും ഉമ്മയും ഉപ്പയും, മോളെ എന്താ? ഉമ്മ, അതെ, നവാസ്കയുടെ രണ്ടാം ഭാര്യ സൗദ് പ്രസവിച്ചിരിക്കുന്നു, ആൺകുട്ടിയാണ്. ആണോ? മാഷാ അല്ലാ. നമ്മൾ ഈ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് മോളെ ഇത് കേട്ടത്. ആയിക്കോട്ടെ, റാഹത്താകട്ടെ. മോൻ നവാസിനെ അറിയിച്ചില്ലല്ലേ? ഇല്ല, ഫോൺ എടുത്തിട്ടില്ല. ആ ആയിക്കോട്ടെ, വന്നിട്ട് പറയാം. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ നവാസ്ക വരുന്നു. ഇക്ക. ആ എന്താ? അത് പിന്നെ സൗദ പ്രസവിച്ചു, ആൺകുട്ടിയാണ്. എന്നാൽ അത് കേട്ടപ്പോൾ നവാസ് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു. അതെ, അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഒഴുകി. അതാ കവിളിലൂടെ ഒലിച്ചിറങ്ങി താടിയിലൂടെ ഉറ്റി വീണു. ഒരു നിമിഷം എന്തേക്ക, എന്തു പറ്റി? മനസ്സിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എങ്കിലും അവൻ്റെ മുഖത്ത് ഒരു നിമിഷം സന്തോഷം അലതല്ലിയെങ്കിലും അത് പെട്ടെന്നങ്ങ് മാഞ്ഞു പോവുകയായിരുന്നു. എന്തേക്ക ഒരു സന്തോഷമില്ലാത്ത പോലെ? എന്താ, കുഞ്ഞ് ജനിച്ചു, അൽഹംദുലില്ലാ, അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്താ? ഇക്ക, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ കുഞ്ഞല്ലേ, എൻ്റെ ഇക്കയുടെ കുഞ്ഞല്ലേ? അതെ, നമ്മുടെ മക്കളുടെ അനിയനാണ്. അതെ, 2 പേർക്കുള്ള അനിയനാണ്. മക്കളോട് ആ നിമിഷം തന്നെ പറയുന്നു ഫസീല. മക്കളെ, അത് പിന്നെ എൻ്റെ കുഞ്ഞു മക്കൾക്കൊരു കുഞ്ഞനിയൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. ആണോ അമ്മച്ചി? അതെ. ആൺകുട്ടിയാണോ? അതെ. എന്താ? അല്ല, കാണാൻ പോവും നമുക്ക്. മക്കളെ ഇൻഷാ അല്ലാ ഇവിടുന്ന് പോയിട്ട് പോകട്ടോ. ഉംറയൊക്കെ കഴിഞ്ഞ് മദീനയിലൊക്കെ പോയിട്ട്, നല്ല മക്കളല്ലേ. എന്നാൽ അവർക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇക്ക ഒരു ഫോട്ടോ ഒന്നും തന്നില്ലല്ലോ നമുക്ക്. എന്നാൽ ആ നിമിഷം തന്നെ നവാസ് അവനക്കത് തിരിച്ച് വിളിക്കുന്നു ഷമ്മാസിനെ. ഹലോ. ആ ഷാമോനെ, എപ്പോഴായിരുന്നു? അതൊക്കെ ഇന്നലെ മിഞ്ഞാറ്റാണെന്ന് തോന്നുന്നു. റജിനത്ത് അങ്ങനെ വിളിച്ചപ്പോഴേ അവരാ പറഞ്ഞത്. ഓ അല്ല, എന്നിട്ടിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നിക്കാ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആ എന്നാൽ പിന്നെ കുറച്ച് ക്യാഷ് അങ്ങോട്ട് അയച്ചു കൊടുക്കും, പ്രസവത്തിനും കാര്യത്തിനൊക്കെ വേണ്ടി വരും. അപ്പോൾ തന്നെ അതാ സൗദിയുടെ അക്കൗണ്ടിലേക്ക് അത്യാവശ്യം ക്യാഷ് അങ്ങോട്ട് അയച്ചു കൊടുത്തു നവാസ്. കാരണം എൻ്റെ സാന്നിധ്യമില്ലെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട്. അങ്ങനെ അതാ നവാസ് ക്യാഷ് അയക്കുന്നു. ഫോൺ നോക്കി നിൽക്കുകയായിരുന്ന സൗദ പെട്ടെന്ന് തൻ്റെ അക്കൗണ്ടിലേക്ക് അതാ ഒരു മെസ്സേജ് വന്നു. അവൾ ഒരു നിമിഷം നോക്കി. ഇതിപ്പോൾ അവൾക്ക് മനസ്സിലായി അത് നവാസ്കയാണ് എന്നുള്ളത്. ഒരു നിമിഷം അവൾ ഓർത്തു, എന്നോട് മിണ്ടുന്നില്ല, പറയുന്നില്ലെങ്കിലും ക്യാഷിൻ്റെ കാര്യത്തിൽ ഒരു കുറവ് തരെ വരുത്തിയിട്ടില്ല. പക്ഷേ അതവൾ ആരോടും പറഞ്ഞില്ല. പറഞ്ഞാൽ തന്നെ ഉമ്മ അത് പെട്ടെന്ന് വാങ്ങുകയും ചെയ്യും. ഉമ്മാക്കത് പെട്ടെന്ന് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് വേണ്ട ആ പൈസ തന്നെ നേരെ അതാ സത്താർക്കാൻ്റെക്ക് ഗൂഗിൾ പേ ചെയ്ത് സത്താർക്ക ബാങ്കിൽ നിന്ന് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. ഹോ, എന്തൊക്കെയായാലും ഇത് തൽക്കാലം മിണ്ടണ്ട എന്നും അവൾ വിചാരിച്ചു. എന്നാൽ ഈ സമയം മെഡിക്കൽ കോളേജ് ICUവിൽ ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണ് കുഞ്ഞിക്കതിയാത്ത. അതെ, കുഞ്ഞ് കരയുന്നുണ്ട്, എന്തൊക്കെയാവുന്നുണ്ട്. പക്ഷേ അവരൊന്നും അറിയുന്നില്ല. ആ ചെയറിൽ കിടന്നുകൊണ്ട് വല്ലാത്ത തൂങ്ങി ഉറക്കമാണ്. വല്ലാത്തൊരു ശിക്ഷയായി പോയല്ലോ ഇപ്പോൾ നിനക്ക്. അവൻ്റെ അമ്മ ഒന്നും ഉറങ്ങാൻ കഴിയണില്ലല്ലോ.
എന്നാൽ അപ്പോഴേക്കും സിസ്റ്റർ, എന്താ ഇതെന്താ കൂട്ടിരിപ്പ് ഇങ്ങനെയാണോ? കുഞ്ഞു കണ്ടില്ലേ, കരയുന്നുണ്ട്, നോക്കുന്നില്ലേ? അപ്പോൾ തന്നെ എവിടെ? ഇതെന്താ പാൽപ്പൊടി കലക്കി കൊടുത്തില്ലല്ലോ നിങ്ങൾ? ഇവിടെ കൊണ്ടുവന്ന് വെച്ചതല്ലേ, നല്ലോണം വൃത്തിയായി കഴുകിയിട്ട് നല്ല ശുദ്ധമായ ചുടുവെള്ളത്തിലേക്ക് കഴുകിയിട്ട് കലക്കി കൊടുക്കൂട്ടോ. പിന്നെ നല്ല രീതിയിൽ ഈ പൈപ്പ് വഴി തന്നെ കൊടുക്കണം കേട്ടോ. ഓക്കെ. ഈ കൂട്ടിരിപ്പിന് എന്താ നിങ്ങൾ ഉറങ്ങി തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നത്? എല്ലാവരും മാറി മാറി നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങളടുത്ത് എന്താ ആളില്ലേ എന്നുള്ള രീതിയിൽ സിസ്റ്റർ പല രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. എന്നാൽ ചുരുക്കി പറഞ്ഞ നവാസിൻ്റെ കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞിക്കതിയ കുടുങ്ങി എന്ന് തന്നെ പറയാം. ഏത് നേരത്താണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയതാവും, ഞാൻ പൈസ കുറച്ച് ലാഭം എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്. ആ മിംസിൽ തന്നെ നിർത്തിയാൽ മതിയേനു. അവിടെ ആകുമ്പോഴേ പൈസ ആയാലും സുഖസുന്ദരമായി AC റൂമിൽ കിടക്കുകയായിരുന്നു. ഇതിപ്പോൾ എനിക്ക് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, നിൽക്കാനും വയ്യ എന്ന് പറയുന്ന അവസ്ഥ. എത്ര ദിവസമായി കണ്ണടച്ചൊന്ന് ഉറങ്ങാൻ എനിക്ക് കഴിയണില്ലല്ലോ. ഈ ICUവിൻ്റെ ഒച്ചപ്പാടും കുട്ടികളെ കരച്ചിലും അതും ഇതും എല്ലാം കൂടി ആയിട്ട് എൻ്റെ റബ്ബേ, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഞാൻ പോവുക എനിക്കറിയുന്നില്ല. എന്നാൽ ഒന്ന് കണ്ണു മാളുമ്പോഴേക്കും കുട്ടി കരഞ്ഞിട്ടും അതുപോലെ ഡോക്ടർ വന്നിട്ടും വിളിച്ചിട്ടും അങ്ങനെ ആകപ്പാടെ ഒരു കഥ. ശരിയാവണ്ണം ഭക്ഷണവും വെള്ളവും അതുമില്ല. എൻ്റെ അമ്മോ, അതും കഴിക്കാൻ കുട്ടീനെ അവിടെ ആരത്തുകലൊക്കെ ആക്കി പോകണം. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയത്. എൻ്റെ പണി തന്നെയാണ്. അവിടുത്തെ നിർത്തിയാൽ മതിയായിരുന്നു. കുട്ടീൻ്റെ തന്തൻ്റെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചതൊക്കെ എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ എളുപ്പപ്പണി നോക്കിയതാ. ഇപ്പം ഞാൻ തന്നെ അനുഭവിക്കേണ്ട അവസ്ഥയായി. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞിക്കതിയാത്ത നല്ല രീതിയിൽ പെട്ടു എന്ന് തന്നെ പറയാം. ഇനി മറ്റോളം ഡിസ്ചാർജ് ചെയ്ത് എപ്പോഴാണ് കൊണ്ട് കൊണ്ടുവരിക എനിക്കറിയില്ല. എന്നിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ട് കൊടുന്നാൽ മതിയേനെ. എന്നെക്കൊണ്ട് കഴിയൂലോ, ഞാൻ ഇവിടുന്ന് പോവണോ. നേരെ അതാ മോൾക്ക് വിളിക്കുന്നു. ഹലോ സൗദ, എൻ്റെ പൊന്നാരെ, വല്ലാത്തൊരു ഇടങ്ങാറാണ് ഇപ്പോൾ ഞാനായത്. എന്താ ഉമ്മ? അന്നെ ഡിസ്ചാർജ് ആയോ? ഉമ്മ അന്ന് ഡിസ്ചാർജ് ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കണ്, അല്ലെങ്കിൽ നാളെ. പിന്നെ തുന്നിന് കുറച്ചൊരു പഴുപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ ഇനി തുന്നി പോത്താലും മണ്ടിര പൊളിഞ്ഞാലും മണ്ടിര, എന്നെക്കൊണ്ട് കഴിയൂല ഈ ഒരു പരിപാടിക്ക്. എന്താ ഉമ്മ? അല്ലേ ഇവിടെ ഇങ്ങനെ കുട്ടിനെ ഉറക്കം ഒഴിച്ചുകാണ്ടേ നോക്കാം, എന്നെക്കൊണ്ട് കഴിയൂല കേട്ടോ. ഞാൻ പറഞ്ഞത് കുട്ടികൾ മാണ്ട. എന്തിനാ കുട്ടികൾ ഇങ്ങനെ നോക്കി അടങ്ങാറ? എൻ്റെ കണ്ണിൻ്റെ പോളം എനിക്ക് അടക്കാൻ കഴിയണില്ല. കണ്ണ് ഇതാക്കി തലവേദന ആയിട്ടും വയ്യ, ഒക്കെ പാടൊരു ഭക്ഷണം ശരിയാകണില്ല. എന്നെക്കൊണ്ട് കഴിയൂല കേട്ടോ മളെ, എനിക്ക് കുട്ടി മാണ്ട, എന്നെക്കൊണ്ട് കഴിയൂല. ഉമ്മ എന്താ നിങ്ങൾ പറയണത്? എനിക്ക് വരാൻ പറ്റുമോ? ഇത് വരേണ്ടി വരും, അല്ല എന്താ കാട്ടുക? എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. കഴിയൂലട്ടോ മോളെ, കഴിയൂല. ഡിസ്ചാർജ് ചെയ്ത് കണ്ടേ സത്താറിൻ്റെ അടുത്ത് ഫോൺ കൊടുത്താ. അത് എന്താടി ഇജ്ജ് പുറത്താക്കി വാതിലടിച്ചോ? എന്താ നിങ്ങൾ ഈ പറയണത്? സത്താർക്കാൻ അകത്ത് ഇങ്ങനെ കയറ്റി നിർത്തുക. പിന്നെ ഞാൻ കാവലിനെ നിർത്തിയതാണ്, എനിക്ക് കാവലിന് വേണ്ടിയിട്ട്. ഇജെന്താ ഓനെ തീരൊരു വില ഇല്ലാത്ത? എന്താ നിങ്ങളെ കഥ? നിങ്ങൾക്കൊന്ന് ആലോചിച്ചൂടെ? ഇപ്പോൾ ഓളെ നാവ് പൊന്തലടങ്ങി. പ്രസവവും കാര്യമൊക്കെ നോക്കി ഓളെ കുട്ടിനെ ഞാൻ നോക്കിയതും പോരാ, ഇപ്പോൾ ഓൾ എൻ്റെ നേർക്ക് എടുക്കാൻ നിൽക്കുകയാണ്. കൊടുത്താൽ അവൻ്റെ അടുത്ത് എൻ്റെ ഫോണിൽ കണ്ട് വിളിച്ചോളി. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, ആരെയും കണ്ടാൽ മോശം. അത് മാത്രമല്ലല്ലോ, അതിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. എന്നോട് പറയണം എനിക്ക് എന്താ, ഞാൻ എനിക്കുള്ള തന്നെയല്ലേ, പിന്നെ എന്താ ഇത്ര വലിയ പേടി ബേജാറെന്നൊക്കെ ചോദിക്കണത്. ഭക്ഷണം എന്തെങ്കിലും കൊടുന്നിട്ട് ഞാൻ കഴിക്കും, അതന്നെ. അല്ല ഞാൻ ഇവിടെ വല്ലാതെ എൻ്റെ പൊന്നാര പെണ്ണജ് ഓനും കൂടി വെറുപ്പിച്ചല്ലേ, പിന്നെ ആരുടെ എനിക്കുള്ളത്? ആരാ എനിക്ക് ഉണ്ടാകുക? എല്ലാവരും ഇങ്ങനെ വെറുപ്പിച്ചാൽ ഉമ്മ എന്ത് ഇജ്ജ് മോങ്ങിയിട്ട് കാര്യമില്ല. ഓൻ്റെ അടുത്ത് നിന്ന് കൊടുക്ക്. ഡിസ്ചാർജ് ചെയ്ത് കാണും നേരെ ഇങ്ങോട്ട് പോന്നോട്ടെ, പെരീക്ക് പോവന്നെ മാണ്ടജ്. എന്നാൽ അന്ന് ഡോക്ടർ വന്നപ്പോൾ അവളെ നോക്കുന്നു. എന്തു പറ്റി? എന്തപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. തുന്നുവേദന ഉണ്ടോ? അത് കുഴപ്പമില്ല, ഇത് നടക്കണം കേട്ടോ. ഇനി ഇതിങ്ങനെ നമ്മൾ കൂടുതൽ കിടക്കാനൊന്നും പാടില്ല, നടക്കണം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൽ രക്തോട്ടം വരണം. ആ ഒരു തുന്നിൻ്റെ ഇടയിലേക്കൊക്കെ രക്തോട്ടം വന്നിട്ട് അത് ആക്റ്റീവായി അങ്ങനെ അത് ഉണങ്ങണം. അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ നമ്മൾ നടക്കണം നന്നായിട്ട്. പിന്നെ നെയ്യ്, വെളിച്ചെണ്ണ, എണ്ണ, ഓയിൽ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. വെജിറ്റബിൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക. പിന്നെ ഒരുപാട് കുഴമ്പ്, ലേഹ്യം അത് ഇത് ഒന്നും തേച്ച് ഇപ്പോഴന്നെ ഇതാക്കരുത്. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ ഇതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. പിന്നെ കണക്കിലേറെ കൊഴുപ്പും കാര്യങ്ങളൊന്നും കഴിക്കരുത് കേട്ടോ. ശരിക്കും ഡോക്ടറുടെ ആ ഒരു വാക്കുകൾ കേട്ടു അവൾ. ഡോക്ടറെ ഡിസ്ചാർജ് തന്നെ പഴുപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് നാളെ ആക്കിത്തരാം. നാളെ രാവിലെ പോയാൽ പോരെ? എന്നാൽ
ആ ദിവസം കൂടി അവൾ പിടിച്ചു നിൽക്കുമായിരുന്നു. എന്നാൽ കുഞ്ഞിക്കതിയ കുട്ടിനെ കൊണ്ട് ആകപ്പാടെ ഇടങ്ങാറായി. എന്നാൽ കുഞ്ഞിക്കതിയാത്ത എന്ത് ചെയ്തു? കുട്ടിയെ അത് അവിടെ ICUവിൽ ഇട്ടിട്ട് അപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്നു. എന്നാൽ അവർക്ക് തോന്നി, ഭക്ഷണം കഴിച്ച് ഞാൻ കുട്ടീനെ എന്തിനാ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, അവിടെ ഉണ്ടൊരു വല്യമ്മയൊക്കെ ഒരു ഐഷുമ്മയൊക്കെ, അതിനെ ഒന്ന് നോക്കിക്കോട്ടെ പേരക്കുട്ടിനെ, ഞാൻ പന്നിനെന്തിമ്മ കഷ്ടപ്പെടണത്, എന്നെക്കൊണ്ട് കഴിയൂലോ. അവർ ഭക്ഷണം കഴിച്ച് അന്ന് ICUവിലേക്ക് പോയില്ല. സുഖമായിട്ടൊന്ന് ഉറങ്ങണം, ഒരു റൂം എടുത്താലോ, ഇവിടെ എവിടെയെങ്കിലും റൂം കിട്ടിയാലും വലിയ കാര്യം തന്നെ. അങ്ങനെ അതാ അവർ അവിടെ ഒരു റൂം എടുത്ത് കൂടുന്നു. ഒന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങണം. എന്തപ്പോ ICUവിൽ എത്രങ്ങാനും ആൾക്കാരുണ്ട്, ഓലെ കണ്ണ് നോക്കിക്കോളും. പിന്നെ സിസ്റ്റർമാരും ഡോക്ടർമാരും ഇടക്കിടക്ക് വരണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയൂല, ഞാൻ എന്തെങ്കിലും ആയിത്തീരും. അങ്ങനെ അതാ അവർ അന്ന് അവിടെ റൂമെടുത്ത് കൂടുന്നു. സുഖമായി ഉറങ്ങുകയാണ്. പൈസ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഫുഡും കഴിച്ചു, നല്ല സുഖമായി ഉറങ്ങാൻ ഒരു റൂമും എടുത്തു. എന്നാൽ കുഞ്ഞിനെ നോക്കിയില്ല. എന്നാൽ ഈ സമയം കുഞ്ഞ് കരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. അതെ, കുഞ്ഞിന് ഭക്ഷണം കിട്ടണം, വിശക്കുന്നുണ്ട്. അതെ, പാൽപ്പൊടി കലക്കി കൊടുക്കണം, അതൊക്കെ ചെയ്യാനുണ്ട്. തൊട്ടടുത്തുള്ള ഒരു താത്തയെ ഏൽപ്പിച്ച് ഞാൻ അപ്പോൾ വരട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. എന്നാൽ കുഞ്ഞ് ഉണർന്നപ്പോൾ തന്നെ പാവം അപ്പുറത്തുള്ള താത്ത അതിന് വേണ്ടിയിട്ട് അതാ പാൽപ്പൊടി കലക്കി കൊടുക്കുന്നു. ഇതിപ്പോൾ കൊടുക്കാനിപ്പോൾ എപ്പോഴേ സമയം എന്തൊക്കെയാവും, 2 മണിക്കൂർ ഇടവിട്ടൊക്കെ ആണല്ലോ, ഇവരെ കാണാനും ഇല്ലല്ലോ. എന്നാൽ കുഞ്ഞ് വല്ലാതെ കരയുന്നുണ്ട്. സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററേ ഇവിടെ ഉള്ള ആൾ അതിനെ കാണാനില്ല, അല്ലെങ്കിൽ അവർക്കൊരു മടിയുണ്ട്, അവർ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലും പാൽ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നന്നായിട്ട് മെഡിസിൻ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അവർ വളരെയധികം ബാക്കിൽ തന്നെയാണ്. എന്താ നോക്കട്ടെ. അപ്പോൾ തന്നെ സിസ്റ്റർ അതാ ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നു. അവർ വെയിറ്റ് ചെയ്ത് നോക്കി, ഇല്ല. എന്താ ഇപ്പോൾ ഇവരെന്താ എവിടെ പോയി കിടക്കുക ഇത്? അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് നഴ്സുമാർക്കൊക്കെ വല്ലാത്ത ദേഷ്യമാണ്, നല്ല രീതിയിൽ ചീത്തയും പറയും. കാരണം അവർ ഗവൺമെൻറ് നഴ്സുമാരല്ലേ, സാധാരണ പ്രൈവറ്റത്തെ പോലെ ആ ദയവും കാര്യങ്ങളൊന്നും അവർക്കുണ്ടാകില്ല. ആ കുഞ്ഞിന് വേണ്ടി പാല് കൊടുത്തു, മെഡിസിൻ കൊടുത്തു. കുഞ്ഞ് അതാ പതുക്കെ ഉറങ്ങുന്നു. കുഞ്ഞിന് ചൂട് കൂടാനും പറ്റില്ല, ഇത് നോക്കാൻ ഞാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ അതിനേക്കാളും. ശരിക്കും സിസ്റ്റർമാർ നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്തു. അതെ, ആ കുഞ്ഞ് ബുദ്ധിമുട്ടായില്ല. പക്ഷേ എങ്കിലും കുഞ്ഞ് ഇടയ്ക്കിടെ കരയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അങ്ങനെ ഓടിയെത്താൻ കഴിയില്ല. കാരണം അവർക്ക് വേറെയും കുറേ കുട്ടികളെ നോക്കാനുള്ളതാണ്, അവർക്കുള്ള മെഡിസിനും കാര്യങ്ങളും എല്ലാം കൊടുക്കേണ്ടതാണ്, അവർക്കുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് കൊടുക്കേണ്ടതാണ് ICUവിലുള്ള. എന്ത് ചെയ്യാൻ മടിച്ച് കുഞ്ഞിക്കതിയ അതാ സുഖമായ റൂമെടുത്ത് അവിടെ പോയി കിടന്നിരിക്കുന്നു. ഒന്ന് സുഖമായി ഉറങ്ങട്ടെ, ആ കുട്ടി എന്തായാലും എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അത് സ്വന്തം മോളുടെ കുഞ്ഞിനെ പോലും ഇഷ്ടമില്ലാത്ത രീതിയിൽ ആണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. എന്നാൽ ഈ സമയം സൗദ തൻ്റെ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യുകയായിരുന്നു. പഠിച്ചവനെ, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് അല്ലാ, ഏതായാലും സമാധാനമായി, കുഞ്ഞ് കരഞ്ഞിരിക്കുന്നു, കുഞ്ഞ് മൂത്രമൊഴിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് സമാധാനമായി. റബ്ബേ, എനിക്കെൻ്റെ കുഞ്ഞിനൊന്ന് കാണണം, വല്ലാതെ കൊതിച്ചു പോവുകയാണ്. ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ രാത്രികളിൽ അവൾ അതാ ഒരിക്കൽ പോലും അവൾ ഉറങ്ങിയിരുന്നില്ല. ആ രാത്രി അവൾക്ക് കണ്ണീരായിരുന്നു. അതുവരെയും 10 മാസം ഗർഭം ചുമന്ന് തൻ്റെ നെഞ്ചോടൊട്ടി കിടന്നിരുന്ന ആ ഒരു കുഞ്ഞ് ഇപ്പോഴിതാ എന്നെ വിട്ട് അകന്നകന്ന് പോയിരിക്കുന്നു. ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ, എൻ്റെ ഭർത്താവിനോട് ഞാൻ കാണിച്ച ക്രൂരതയ്ക്ക് ഫലമായിട്ടാണോ, എൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ ഞാൻ അനുസരിക്കായിട്ടാണോ എനിക്കിങ്ങനെയൊക്കെ വന്നത്? അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ കുഞ്ഞിനെ ഇഞ്ചക്ഷൻ വെക്കുവാൻ വേണ്ടിയിട്ട് നഴ്സ് വരുന്നു. അതെ, ആ കുഞ്ഞു കാലുകൾ പിരിച്ചുകൊണ്ടും കൈകൾ പിരിച്ചുകൊണ്ടും ഒരുപാട് ഇഞ്ചക്ഷൻ. പക്ഷെ കുഞ്ഞിനെ പിടിച്ചു കൊടുക്കാൻ ആളില്ല. ഇതിൻ്റെ ആളിപ്പോഴും വന്നില്ലേ? സിസ്റ്റർ ചൂടായി, ഇല്ല സിസ്റ്ററെ, വന്നിട്ടില്ല. അതെന്താ? ഇവർക്കെന്ത് തീരെ ഉത്തരവാദിത്തമില്ലേ? ഈ കുഞ്ഞിനെ നമുക്ക് മാറ്റിയാലോ ഇവിടെ നിന്ന്? ഇത്രയധികം ഒരു കുഞ്ഞിനെ ഇട്ടിട്ട് ഇങ്ങനെ പോവുക? അതെ, ഇവിടെ ഇഷ്ടം പോലെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഓരോ ഗ്രൂപ്പുകളുണ്ട്. ആർക്കും വേണ്ടാതെ എത്രയോ ഇട്ട് പോകുന്നവരുണ്ട് മെഡിക്കൽ കോളേജിൽ. അതെ, 5, 6, 7 മാസത്തിലൊക്കെ പ്രസവിച്ചതിനൊക്കെ നോക്കാൻ കഴിയാതെ ഇട്ടുപോകും. അവസാനമായിട്ട് ഹോസ്പിറ്റൽ അധികൃതർ അതിനെ ഏറ്റെടുത്ത് അമ്മത്തൊട്ടിലിൽ ഏൽപ്പിക്കും, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലും വളർത്തും. കാരണം പലരും കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടില്ല. കാരണം ഇങ്ങനെ നോക്കേണ്ട കുഞ്ഞുങ്ങളെ ഒരിക്കലും നോക്കണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ മടുത്തു പോകുന്നവരുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക?
ഈ ഒരു കുഞ്ഞാണെങ്കിൽ നല്ലൊരു കുഞ്ഞ്, കുഴപ്പമൊന്നുമില്ലാത്ത അത്യാവശ്യം തടിയും വലുപ്പമൊക്കെ ഉള്ളൊരു കുഞ്ഞും നല്ല രീതിയിൽ തൂക്കമുണ്ട്, കാണാനും നല്ല ലുക്കുള്ളൊരു കുട്ടി. ഇതിനൊക്കെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ സമയമാകാതെ ഓപ്പറേഷൻ ചെയ്ത് എടുത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഒരു കുഴപ്പമില്ല, സുഖമായി പ്രസവിക്കുകയാണെങ്കിലേ കുഞ്ഞിനൊരു കുഴപ്പവും പറ്റില്ലായിരുന്നു. സിസ്റ്റർമാർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നോക്കി അഭിപ്രായപ്പെട്ടു. അതെ, ഒന്നുമില്ല, അതാണ് പ്രശ്നം. വേറെ ഇപ്പം എന്താ, സമയമാകടിന് പിന്നെ കീറിപ്പൊളിച്ചെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? എന്നാൽ ആ കുഞ്ഞിനെ അടുത്തേക്ക് കുഞ്ഞിൻ്റെ വല്യമ്മ വന്നില്ല. ആ മെഡിക്കൽ കോളേജിൽ ഒറ്റയ്ക്ക് ആരാരുമില്ലാത്ത കുഞ്ഞായിട്ട് അതവിടെ കിടക്കുന്നു. ഒരു പക്ഷേ ഐഷുമ്മ ഇതറിഞ്ഞിരുന്നെങ്കിൽ, നവാസ് അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ കുഞ്ഞിനെ അവർ എത്രമാത്രം സ്നേഹിക്കും. പക്ഷേ ഇവർ ചെയ്യുന്ന കടുപ്പം കാട്ടുകളൊന്നും അവരറിയുന്നില്ലല്ലോ. ഐഷുമ്മ പടച്ച റബ്ബിനോട് തേടുകയാണ്, അല്ലാഹുവേ റഹ്മാനെ, പെറ്റിക്കണ ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബേ കുട്ടിക്കൊന്നും ഉണ്ടാവില്ല അല്ലാ, എവിടെ ഏതാ എന്താ ഒന്നും അറിയില്ല അല്ലാ, ഒന്നും അറിയില്ല പഠിച്ചോനെ, നിൻ്റെ കാവൽ ഉണ്ടാവുമല്ലോ എൻ്റെ കുട്ടിക്ക്, അല്ലേ, നിൻ്റെ കാവലുണ്ടാവുമല്ലോ അല്ലാ. പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്യുകയായിരുന്നു ഐഷുമ്മ. ഉമ്മ നിങ്ങളിങ്ങനെ ഉറക്കൊഴിച്ചിരിക്കണ്ട, ഉമ്മ കിടന്നോളി, അതൊക്കെ ഇൻഷാ അല്ലാ റാഹത്തായി, നമുക്ക് കണ്ടുപിടിക്കണം ഇനി കുട്ടി എവിടെ എന്താ ഏതാന്നൊക്കെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അതിന് പോവാം, അല്ലാണ്ട് ചെയ്യാം. എന്നാൽ ഈ സമയം ആ രാത്രിയിൽ സൗദ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് വല്ലാത്ത വിഷമായിരുന്നു. എന്നാൽ പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും റബ്ബെ രക്ഷപ്പെടുത്തണേ എന്നതായിരുന്നു. എന്നാൽ ഉമ്മയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കി. കുഞ്ഞെന്തായി, കരയുന്നുണ്ടോ അതോ പാൽപ്പൊടി കൊടുത്തോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഉമ്മ ഫോൺ എടുക്കുന്നില്ല. റബ്ബെ, സൈലൻ്റ് ആയിരിക്കുമോ? ഈ ഉമ്മാക്ക് എന്താ ഫോണും നോക്കിക്കൂടെ? ആ കുട്ടിയൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്, കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ലെങ്കിലും അവൾ വീണ്ടും വീണ്ടും വിളിച്ചു. ഉമ്മ ഫോൺ എടുത്തില്ല, ബെല്ലടിക്കുന്നുണ്ട്, ഉമ്മ വേണം ഉറങ്ങായിരിക്കും, എന്താ അറിയില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. ആ ഹോസ്പിറ്റലിൻ്റെ ജനാലക്കുള്ളിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. അത് ഇരുട്ട് പരന്ന ആ ഒരു അന്തരീക്ഷത്തിലേക്ക് അവൾ നോക്കി. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഓർത്തുകൊണ്ട്, അല്ലാ എൻ്റെ കുഞ്ഞെവിടെ, എൻ്റെ കുഞ്ഞില്ലാതെ എനിക്ക് കഴിയില്ലല്ല. അത്രക്കും സൗദ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരു നോക്കു കാണുവാൻ വേണ്ടി കൊതിച്ചിരുന്നു. എന്നാൽ ആ രാത്രി കുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. എല്ലാവരും ICUവിൽ നല്ല ഉറക്കത്തിൽ തന്നെയാണെന്ന് വെച്ചാൽ കിടക്കാൻ പറ്റില്ല നിലത്ത്. എല്ലാവരും ആ കസാരയിൽ കുഞ്ഞിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ്, ഇരുന്നുറങ്ങാം കുഴപ്പമില്ല, ഒരിക്കൽ പോലും നിലത്ത് കിടക്കാനേ പാടില്ല. എന്നാൽ ഇരുന്നു കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ പലരും നിലത്ത് കിടന്ന് ഉറങ്ങുമ്പോഴേക്കും സിസ്റ്റർമാർ വന്ന് ചീത്ത പറയും. എന്താ നിങ്ങളെ കുഞ്ഞിനെ കൂട്ടിരിക്കാൻ വന്നതാണോ അതോ ഉറങ്ങാൻ വന്നതാണോ? എന്താ ഇത് കഥ? 1, 2, 3, 4, 5, 10 ദിവസം ഉറക്കൊഴിച്ചവർ അവരെ ഉണ്ട്. എന്നാൽ അവരൊന്നും ആ പണി ചെയ്തില്ല. കുഞ്ഞിക്കതിയ ചെയ്ത പണി, അവർ ചെയ്ത പണി അത്യധികം ക്രൂരമായതായിരുന്നു. ആ പിഞ്ചു കുഞ്ഞിനെ വിട്ടിട്ട് അവർ പുറത്ത് റൂമെടുത്ത് ഉറങ്ങാൻ പോയി. എന്നാൽ ആ കുഞ്ഞ് രാത്രി കരയുന്നു. അതിന് പാൽപ്പൊടി കലക്കി കൊടുക്കണം, അങ്ങനെ പലതുമുണ്ട്. എല്ലാവരും ആ കുഞ്ഞിൻ്റെ അടുത്ത് ആളിപ്പോഴും വന്നില്ലല്ലേ? പലരും പലതും അഭിപ്രായപ്പെട്ടു. നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റില്ലല്ലോ, മെഡിസിനും കാര്യങ്ങളും അതൊക്കെ നമ്മൾ ആ ടൈമിന് പോയി പറയണം, കുഞ്ഞിന് അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്നൊക്കെ. പക്ഷേ ഇതിപ്പോൾ എന്താ, ആ കുഞ്ഞിന് ആ കൊട്ട പോലുള്ള ഒരു സാധനത്തിൽ കിടത്തി പോയിക്കാന്നല്ലാതെ അതിൻ്റെ ആളെ കാണാനേ ഇല്ല. അങ്ങനെ വീണ്ടും സിസ്റ്റർമാരെ വിളിച്ചു. കുഞ്ഞിന് പാല് കൊടുത്തു, മരുന്ന് കൊടുത്തു. അതിനിടയിൽ ഇഞ്ചക്ഷൻ വെക്കുവാൻ കാലുകളും കൈകളും പിരിച്ച് ഒരുപാട് ഇഞ്ചക്ഷനും കയറ്റിക്കൊണ്ടിരുന്നു. അവിടെയുള്ള എല്ലാ കുട്ടികളുടെയും കൈകളും കാലും എല്ലാം പിരിച്ച് എത്ര മരുന്നാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ICUവിൻ്റെ ദയനീയമായ രംഗത്തെക്കുറിച്ച് അവരെല്ലാവരും കണ്ണീർ വാർക്കുകയാണ്. എല്ലാവർക്കും അവനവൻ്റെ കുട്ടികളുടെ കുറിച്ച് വേദനയുണ്ട്. എന്നാൽ ഈ ഒരു കുട്ടിൻ്റെ വല്യമ്മയെ കാണുന്നേ ഇല്ല. എന്നാൽ അതിനിടയിൽ സിസ്റ്റർമാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ഡോക്ടറും ഒരിക്കൽ വന്നു. ഡോക്ടർ, ഈ കുഞ്ഞിൻ്റെ കൂടെയുള്ള ആളെ കാണുന്നില്ല. ഓ, വേണ്ടാതെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. പക്ഷേ കുഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ, കുഞ്ഞ് നല്ല ഉഷാറ് കുട്ടിയാണല്ലോ, എന്താ ഇത് പറ്റിയത്? എന്താ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെ ഈ രീതിയിൽ ഇടാൻ പാടില്ല, കുഞ്ഞിനെ നല്ല രീതിയിൽ കെയർ ചെയ്യണ്ടേ. കുട്ടിക്ക് പാൽപ്പൊടി കലക്കി കൊടുക്കണം, പാല് കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം, അതിനുള്ള പാകത്തിനുള്ള ചൂടും തണുപ്പും മാറി മാറി വെച്ച് കൊടുക്കണം. അത് മാത്രമല്ല അതിനിടയ്ക്ക് എത്ര പമ്പേഴ്സ് മാറ്റി കൊടുക്കണം, അതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഒരാളിവിടെ ഇല്ലാതെ ശരിയാവോ? അതെ, അണുബാധ കയറൂലേ, പെട്ടെന്ന് ആ കുട്ടീൻ്റെ പാഡ്സുകൾ മാറ്റി കൊടുക്കണം, പുതിയത്
കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണം. അതൊക്കെ ഒരാളില്ലാത്ത പക്ഷം ഈ കുട്ടിയെ ഇവിടെ ഇടുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? ഡോക്ടറുടെ വാക്ക് കേട്ട് സിസ്റ്റർമാരും അത് ശരിവെച്ചു. അതെ, കുഞ്ഞിനെ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു സേഫ്റ്റി സ്ഥലത്തേക്ക് മാറ്റാം. കുഞ്ഞിന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ആരും കുഞ്ഞിനെ നോക്കാനില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഡോക്ടർമാരും സിസ്റ്റേഴ്സും അത് തീരുമാനിക്കുകയാണ്. എന്തായിരിക്കും നവാസിൻ്റെ കുഞ്ഞിൻ്റെ തീരുമാനം? അതെ, ആ കുഞ്ഞിനെ ഡോക്ടേഴ്സ് ഏറ്റെടുക്കുമോ അതോ കുഞ്ഞിക്കതിയാത്ത വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.